ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തിൻ്റെ തുടർച്ച. ജ്ഞാനം, കർമ്മം, കർത്താവ്, ബുദ്ധി, ധൃതി, സുഖം ഇവയെ അപഗ്രഥിച്ചുകൊണ്ട് സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നിങ്ങനെ 3 തരത്തിൽപ്പെട്ട എല്ലാവരെയും കുറിച്ച് വിസ്തരിച്ച് തന്നെ പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടത്. ത്രിഗുണങ്ങളാകുന്ന മാനദണ്ഡം ഉപയോഗിച്ച് ഭഗവാൻ മാനവരാശിയെ മുഴുവനായും 4 വിഭാഗത്തിൽ പെടുത്തുന്നു. അധികം സത്വഗുണവും കുറച്ച് രജസും അല്പം തമസും ചേർന്നവരെ ബ്രാഹ്മണരെന്നും, അധികം രജോഗുണവും കുറച്ച് സത്വവും അല്പം തമസും ചേർന്നവരെ ക്ഷത്രിയരെന്നും, അധികം രജോഗുണവും കുറച്ച് തമസും അല്പം സത്വവും ചേർന്നവരെ വൈശ്യരെന്നും, അധികം തമോ ഗുണവും കുറച്ച് രജസും അല്പം സത്വവും ചേർന്നവരെ ശൂദ്രരെന്നും തരംതിരിച്ചിരിക്കുന്നു. പാരമ്പര്യമോ ജന്മമോ നോക്കിയുള്ള തരംതിരിവല്ല ഇത്. വ്യക്തികളുടെ ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചാണ് ഈ തരംതിരിവ്. ഇത് ഭാരതീയർക്ക് മാത്രമല്ല, ലോകത്തിനൊട്ടാകെയും ഉള്ളതാണ്. എല്ലാ കാലത്തേക്കും ഉള്ളതുമാണ്. പേരുകൾ മാറി വരുന്നു എന്ന് മാത്രം. ആധുനിക കാലത്ത് ചിന്തകന്മാർ, രാഷ്ട്രനേതാക്കൾ, മുതലാളിമാർ, തൊഴിലാളികൾ എന്നൊക്കെ നാം അവരെ വിളിക്കുന്നു. മനുഷ്യൻ്റെ സ്വഭാവവും സ്വധർമ്മവും അനുസരിച്ചുള്ള കർമ്മത്തെ വിവരിക്കുന്ന ശ്ലോകങ്ങളാണ് ഇനി വരുന്നത്. 41-ാമത്തെ ശ്ലോകം നോക്കാം. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈ. പരന്തപ, ഹേ ശത്രുതാപന, ബ്രാഹ്മണ ക്ഷത്രിയ വിശാം, ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും വൈശ്യരുടെയും ശൂദ്രാണാം ച, ശൂദ്രന്മാരുടെയും കർമാണി, കർമ്മങ്ങൾ, സ്വഭാവ പ്രഭവൈ, സ്വാഭാവികങ്ങളായ, ഗുണൈഹി, ഗുണങ്ങളാൽ, പ്രവിഭക്താനി, വിഭജിക്കപ്പെട്ടതാണ്. ഹേ ശത്രുതാപന, ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും വൈശ്യരുടെയും ശൂദ്രന്മാരുടെയും കർമ്മങ്ങൾ അവരവരുടെ സ്വഭാവങ്ങളിൽ നിന്നും ജനിക്കുന്ന ഗുണങ്ങൾക്കനുസരിച്ച് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യവർഗത്തിൽ ത്രിഗുണങ്ങളുടെ സ്ഥിതി സമമല്ല, ഭിന്നമാണ്. ബ്രാഹ്മണ സ്വഭാവത്തിൻ്റെ ഉറവിടം സത്വഗുണമാണ്. ക്ഷത്രിയ സ്വഭാവത്തിൻ്റെ ഉറവിടം സത്വത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള രജോഗുണമാണ്. വൈശ്യ സ്വഭാവത്തിൻ്റെ ഉറവിടം തമോ ഗുണത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള രജോഗുണമാണ്. ശൂദ്ര സ്വഭാവത്തിൻ്റെ ഉറവിടം രജോ ഗുണത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള തമോ ഗുണമാണ്. ഗുണഭേദമനുസരിച്ചുള്ള ഈ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വെവ്വേറെ കർത്തവ്യങ്ങൾ നിറവേറ്റാനുമുണ്ട്. ഒരാളുടെ പ്രവൃത്തിയും സ്വഭാവവും കൊണ്ടാണ് അയാൾ ഉത്കൃഷ്ടനോ നികൃഷ്ടനോ ആവുന്നത്. ശൂദ്രന് തൻ്റെ തമോ ഗുണത്തിൽ നിന്നും രജസിലേക്കും രജസിൽ നിന്നും സത്വഗുണത്തിലേക്കും ഉയരാൻ കഴിയും. ഒരാൾ സാത്വികനാണ് എന്ന് പറയുമ്പോൾ സത്വഗുണം മാത്രമേ അയാളിൽ ഉള്ളൂ എന്നല്ല, സത്വഗുണം മുന്നിട്ട് നിൽക്കുന്നു. ചുരുങ്ങിയ അളവിലായാലും മറ്റ് 2 ഗുണങ്ങളും അയാളിൽ തീർച്ചയായും ഉണ്ടാകും. ഇനി ബ്രാഹ്മണൻ്റെ ധർമ്മം എന്തെന്ന് പറയുന്ന 42-ാമത്തെ ശ്ലോകം നോക്കാം. ശമോദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ശമഃ, ശമം, മനഃശാന്തി. ദമഃ, ദമം, ഇന്ദ്രിയ നിഗ്രഹം. തപഃ, തപസ്, ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള പരിശീലനം. ശൗചം, മനഃശുദ്ധിയും ദേഹശുദ്ധിയും. ക്ഷാന്തി, ക്ഷമ. ആർജവം, വക്രതയില്ലായ്മ. ജ്ഞാനം, വിജ്ഞാനം, ശാസ്ത്രപരിജ്ഞാനവും തത്വാനുഭൂതിയും. ആസ്തിക്യം, ഈശ്വരവിശ്വാസം. ഏവച, ഇവയെല്ലാം തന്നെ സ്വഭാവജം, സ്വാഭാവികമായി ബ്രാഹ്മം, ബ്രാഹ്മണാർഹമായ കർമ്മമാകുന്നു. ശമം, ദമം, തപസ്, ശൗചം, ക്ഷമാശീലം, നേർവഴിക്കുള്ള പോക്ക്, ശാസ്ത്രപരിജ്ഞാനം, തത്വാനുഭൂതി, ആസ്തിക്യബുദ്ധി ഇവയെല്ലാം സ്വാഭാവികമായ
ബ്രാഹ്മണ കർമ്മമത്രേ. ബ്രാഹ്മണൻ സത്വഗുണപ്രധാനിയായതിനാൽ ജ്ഞാന സാന്നിധ്യമുണ്ടാകും. അങ്ങനെയുള്ള ഒരാളിൻ്റെ ധർമ്മം എന്തെന്ന് വിശദമാക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അതിൽ ഒന്നാമതായി പറയുന്ന ശമം എന്നാൽ മനസ്സിനെ വിഷയങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാതെ നിയന്ത്രിക്കലാണ്. ദമം എന്നാൽ ഇന്ദ്രിയ നിഗ്രഹണം. പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് ബാഹ്യ വിഷയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ മനഃശാന്തി ഇല്ലാതാക്കുന്നതും അതുതന്നെയാണ്. അതിനെ നിരോധിക്കാൻ ശീലിക്കലാണ് ദമം. ദമം ശീലിക്കുന്നവന് വിഷയങ്ങളുടെ മധ്യത്തിലും അക്ഷോഭ്യനായിട്ടിരിക്കാൻ കഴിയും. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അന്തരാത്മാവിൽ ഏകാഗ്രമാക്കി നിർത്തലാണ് തപസ്. അകവും പുറവും ശുചിയാക്കി വയ്ക്കുക എന്നതാണ് ശൗചം. തന്നോട് തെറ്റു ചെയ്യുന്നവർക്ക് മാപ്പ് കൊടുക്കുന്ന ക്ഷമാശീലമാണ് ക്ഷാന്തി. ഉത്കൃഷ്ടമായ ആചാരങ്ങളെ കൈവിടാതെ വിട്ടുവീഴ്ചയില്ലാതെ ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ്റെ ഗുണമാണ് വക്രതയില്ലായ്മ. അതാണ് ആർജവം. ഇപ്പറഞ്ഞ 6 ഗുണങ്ങളാണ് ബാഹ്യലോകവുമായുള്ള ബന്ധത്തിൽ അയാളെ നയിക്കുന്നത്. അടുത്തതായി പറഞ്ഞ ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം എന്നിവയാണ് ആധ്യാത്മിക ജീവിതത്തിൽ നയിക്കുന്നതായ 3 ഗുണങ്ങൾ. പ്രപഞ്ചത്തെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചുമുള്ള ബുദ്ധിപരമായ അറിവാണ് ജ്ഞാനം. ആ ജ്ഞാനം സ്വന്തം അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കുമ്പോൾ അത് അനുഭവജ്ഞാനം അഥവാ വിജ്ഞാനമാകും. വേദാർത്ഥങ്ങളിൽ ഉള്ള ശ്രദ്ധയും വിശ്വാസവുമാണ് ആസ്തിക്യം. ഇതിലൂടെയെല്ലാം ആത്മവികാസം നേടുക എന്നതാണ് ബ്രാഹ്മണധർമ്മം. ഇനി ക്ഷത്രിയ ധർമ്മം എന്തെന്ന് പറയുന്ന 43-ാമത്തെ ശ്ലോകം. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ശൗര്യം ശൂരത, തേജഃ വീര്യം അഥവാ പ്രതാപം, ധൃതി ധൈര്യം, ദാക്ഷ്യം സാമർഥ്യം, യുദ്ധേ സമരത്തിൽ, അപലായനം തോറ്റോടാതിരിക്കുക, അപീച്ച മാത്രമല്ല ദാനം ദാനവും, ഈശ്വരഭാവഃ ച യജമാനത്വവും, സ്വഭാവജം സ്വഭാവജമായ ക്ഷാത്രം കർമ്മ ക്ഷാത്രകർമ്മമാകുന്നു. ശൗര്യം തേജസ്, ധൈര്യം, സാമർഥ്യം, യുദ്ധത്തിൽ തോറ്റോടാതിരിക്കുക, ദാനം, പ്രഭുത്വം ഇവയെല്ലാം സ്വാഭാവികമായ ക്ഷത്രിയ കർമ്മങ്ങളാകുന്നു. ഒരു ക്ഷത്രിയൻ മറ്റൊരു ക്ഷത്രിയൻ്റെ മകനാകണം എന്ന് ഭഗവാൻ ഒരിടത്തും പറയുന്നില്ല. മറിച്ച് എന്തെല്ലാം ഗുണങ്ങൾ ഉള്ളവനാണ് ക്ഷത്രിയൻ എന്നാണ് വിവരിച്ച് പറയുന്നത്. രജോ ഗുണം കൂടുതലുള്ള ആളാണ് ക്ഷത്രിയൻ. ശൗര്യം എന്നത് ശത്രുവിനെ നേരിടാനുള്ള മനക്കരുത്താണ്. തേജസ് എന്നാൽ പ്രാഗൽഭ്യം, കരുത്ത് എന്നിവയാണ്. പ്രതിബന്ധങ്ങളെയെല്ലാം തട്ടിത്തെറിപ്പിച്ച് വിജയം കൈവരിക്കാനും ഏത് ക്ലേശവും താങ്ങാനുമുള്ള മനക്കരുത്താണ് ധൃതി. അവിചാരിതമായി വന്നു ചേരുന്ന ഏത് കർത്തവ്യവും നടപ്പിലാക്കാനുള്ള ജാഗ്രതയാണ് ദാക്ഷ്യം. മേൽപ്പറഞ്ഞ ഗുണങ്ങളുള്ള ക്ഷത്രിയൻ ഒരിക്കലും പരാജയം സമ്മതിച്ചു കൊടുക്കുകയോ പിന്തിരിഞ്ഞ് ഓടുകയോ ചെയ്യില്ല. അതിലും ഭേദം മരണം വരിക്കുന്നതാണ് അഭിമാനകരം എന്ന് തന്നെ കരുതും. പൊതുജന നന്മയ്ക്കായി അവർ ഉദാരമായി ധനം ചെലവഴിക്കും. അതാണ് ദാനം എന്ന ഗുണം കൊണ്ട് ഇവിടെ പറയുന്നത്. ഈശ്വരഭാവം എന്നൊരു ഗുണം കൂടി പറയുന്നുണ്ട്. ഈശ്വരഭാവം എന്നാൽ ഉജ്ജ്വല ശക്തിക്ക് ഇരിപ്പിടമായത് എന്നർത്ഥം. ഭരിക്കപ്പെടേണ്ടവരുടെ മേൽ ഈശിത്വം, ഭരണസാമർഥ്യം, യജമാനഭാവം ഇതെല്ലാം പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അനുയായികളെ നയിക്കാൻ പ്രാപ്തനാകണം ഒരു ക്ഷത്രിയൻ. ഇനി വൈശ്യൻ്റെയും ശൂദ്രൻ്റെയും ധർമ്മം എന്തെന്ന് ഒരുമിച്ച് പറയുന്നതായ 44-ാമത്തെ ശ്ലോകം. കൃഷിഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. കൃഷി ഗൗരക്ഷ്യ വാണിജ്യം കൃഷിയും പശുരക്ഷണവും കച്ചവടവും, സ്വഭാവജം സ്വാഭാവികമായ
വൈശ്യകർമ്മമാണ്. പരിചര്യാത്മകം പരിചര്യാരൂപമായത് ശൂദ്രസ്യ അഭി ശൂദ്രൻ്റെയും സ്വഭാവജം കർമ്മ സ്വാഭാവികമായ കർമ്മമാകുന്നു. കൃഷി, ഗോരക്ഷ, വാണിജ്യം എന്നിവ സ്വാഭാവികമായ വൈശ്യകർമ്മമാകുന്നു. പരിചരണം അഥവാ സേവനമാണ് ശൂദ്രൻ്റെ സ്വാഭാവികമായ കർമ്മം. വൈശ്യന് ആവേശത്തോടെ പ്രവർത്തിക്കാനും വളരാനും വികസിക്കാനുമുള്ള 3 തുറകളാണ് കൃഷി, പശുപരിപാലനം, കച്ചവടം എന്നിവ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാരുടെ കർമ്മങ്ങൾ ഒഴിച്ചുള്ള എല്ലാ സേവനകർമ്മങ്ങളും ശൂദ്രനുള്ളവയാകുന്നു. അവയെല്ലാം ചെയ്ത് ലോകത്തെ സേവിക്കുന്നവനാണ് ശൂദ്രൻ. മറ്റ് 3 വർണ്ണങ്ങളിലുള്ളവരുടെ എല്ലാ കർമ്മങ്ങൾക്കും വേണ്ടുന്ന സഹായം ലഭിക്കുന്നത് ശൂദ്രനിൽ നിന്നാണ്. ഇരുമ്പ്, മരം, കല്ല്, മണ്ണ്, പഞ്ഞി എന്നു തുടങ്ങി എല്ലാ വസ്തുക്കളെയും ഓരോന്നാക്കി മാറ്റുന്ന വിദഗ്ധരാണ് അവർ. ഇവയൊന്നും കൂടാതെ മനുഷ്യന് ജീവിക്കാനുമാവില്ല. അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന എല്ലാ വിഭാഗക്കാരെയും ഒരുമിച്ചാണ് ശൂദ്രവർണ്ണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവനവൻ്റെ കർമ്മം കൊണ്ട് ലോകസേവനം ചെയ്യുന്ന ഈ 4 വിഭാഗത്തിനും ഉച്ചനീചഭാവമില്ല. എല്ലാ ഗുണങ്ങളും വിവിധ അനുപാതത്തിൽ എല്ലാ മനുഷ്യരിലും കാണും. എല്ലാ കർമ്മങ്ങൾക്കും സമൂഹത്തിൽ തുല്യ പ്രാധാന്യമുള്ളപ്പോൾ അത് ചെയ്യുന്നവരെ വ്യത്യസ്ത നിലയിൽ കാണുക എന്നത് ഒരു ശാസ്ത്രത്തിനും സമ്മതമല്ല. അവരെ ഉത്കൃഷ്ടനെന്നും നികൃഷ്ടനെന്നും കാണുന്നത് തീർച്ചയായും അവിവേകം മാത്രമാണ്. അവനവൻ്റെ സ്വാഭാവിക ധർമ്മങ്ങൾ വേണ്ട വിധം അനുഷ്ഠിക്കുന്നവന് സ്വർഗപ്രാപ്തിയാണ് ഫലം. ഹരി ഓം തത്സത്ത്.